അത് ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ OTTs എല്ലാം ചത്തു തൊലയണം, എന്നാ പിന്നെ അങ്ങനെയുള്ള ഒരു കാലം വരും. ഒരു ചോദ്യമാണ്, അറിഞ്ഞൂടാ. നമ്മളിപ്പം എല്ലാം വീട്ടിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം വീട്ടിലേക്ക് എത്തുന്നു, ഊബർ ഉണ്ട്, വണ്ടി വീട്ടിലേക്ക്, എല്ലാം വീട്ടിലേക്ക് എത്തിച്ച് എല്ലാം വീട്ടിലേക്ക് അണ്ണാക്കിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോ സിനിമയും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവര് തിയേറ്ററിന്റെ മൂല്യം കുറയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറയുന്നുണ്ട്. പണ്ട് 100 ദിവസം, 150 ദിവസം, 250 ദിവസം എന്റെ അടുത്തുള്ള തിയേറ്റർ, അതായത് ഞാൻ വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അതിന്റെ അടുത്ത് എനിക്ക് റിലീസ് സെന്റേഴ്സ് ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ, പിന്നെ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരണം. കൊടുങ്ങല്ലൂരിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പൊ അവിടെ മുഗൾ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു, ഇന്നതൊരു മാളായി മാറി. അപ്പൊ അവിടേക്ക് പോകുമ്പോ അവര് ഇത് മെമന്റോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ തെങ്കാശപ്പെടണം 250 ദിവസം, ചിത്രം ഇത്ര ദിവസം, അങ്ങനെ ഒരുപാട് മെമന്റോസ്. അത് ആ കാലം കഴിഞ്ഞു. അത് ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ OTTs എല്ലാം ചത്തു തൊലയണം, എന്നാ പിന്നെ അങ്ങനെയുള്ള ഒരു കാലം വരും. അത് സംഭവിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം തിയേറ്ററിന്റെ മൂല്യത്തിന് ആ ഡ്യൂറേഷൻ കുറെ ഉണ്ടാവും. പക്ഷെ അന്ന് 200 ദിവസം ഓടുന്നതിന്റെ കാശ് ഇന്ന് ചിലപ്പോൾ 50-75 ദിവസത്തിൽ നമുക്ക് കിട്ടും. കാരണം ടിക്കറ്റിന്റെ റേറ്റ്സ് മാറി, എല്ലാം മാറി, അത് സെന്റേഴ്സ് കൂടി. പണ്ട് കേരളത്തിലൊരു മാക്സിമം പോയിക്കുന്ന 45-50 സെന്റേഴ്സ്, റിലീസിംഗ് സെന്റേഴ്സ് ഉണ്ടാകുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് സാഹസം എത്ര സെന്റേഴ്സ് ഉണ്ട് റിലീസ്? 130 സെന്റേഴ്സിൽ റിലീസ് ഉണ്ട്. അപ്പൊ ആ വ്യത്യാസമുണ്ട്. അപ്പൊ അത് മൂല്യം, ഡ്യൂറേഷൻ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില പടങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ OTT ആയിട്ട് സൈൻ ചെയ്തിട്ടാണ് അങ്ങനെ ഇത്ര ദിവസം കഴിഞ്ഞ് OTTയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് തിയേറ്ററിൽ ഓടിക്കുന്നുണ്ട് ആ സിനിമ, പക്ഷെ അതിൽ കഥയില്ല എന്നുള്ളതാണ്.